വാർത്തകൾ വിശദമായി നോക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിംഗ് നാളെ നടക്കും. രാവിലെ 11 മണിക്ക് നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. തലസ്ഥാനം കനത്ത സുരക്ഷാ വലയത്തിലാണ്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് ചേരുന്നത്. ചന്തു, കേരളം അഭിമാന നേട്ടത്തിലേക്ക് നാളെ കുതിക്കുകയാണ്. പ്രധാനമന്ത്രിയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എത്രമാത്രം വിപുലമായിട്ടാണ് അവിടെ ഒരുക്കങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ പ്രധാനമന്ത്രിയൊക്കെ എത്തിയ സാഹചര്യത്തിൽ സുരക്ഷ എത്രമാത്രം കർശനമാണ്? തീർച്ചയായിട്ടും സ്വാതി, കേരളം വികസനത്തിന്റെ പുതിയൊരു ചുവടുവയ്പിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രി നാളെ വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കുന്നതോടുകൂടി ലോക വ്യാപാര ശൃംഖലയിലേക്ക് തന്നെ കേരളത്തിന്റെ ഒരു പുതിയ ചുവടുവയ്പാകും ഉണ്ടാകാൻ പോകുന്നത്. വൈകിട്ട് 7:50 കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. അവിടെ നിന്നും റോഡ് മാർഗം അദ്ദേഹം രാജ്ഭവനിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് അദ്ദേഹം രാജ്ഭവനിലായിരിക്കും തങ്ങുക. പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ റോഡിനിരുവശവും തടിച്ചുകൂടിയിരുന്നു. അവരെ അഭിവാദനം ചെയ്ത് അവർക്ക് അഭിവാദ്യം അർപ്പിച്ച് ശേഷമാണ് പ്രധാനമന്ത്രി ഈ റോഡിലൂടെ സഞ്ചരിച്ച് രാജ്ഭവനിലേക്ക് എത്തിച്ചേർന്നത്. പ്രധാനമായും 3 സ്ഥലങ്ങളിൽ അദ്ദേഹം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ കോൺവോയ് വാഹനം വേഗത കുറച്ച് ജനങ്ങളോട് കൈകൂപ്പി അഭിവാദ്യം അർപ്പിക്കുകയായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് രാജ്ഭവനിൽ തങ്ങും. നാളെ രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപമുള്ള ഗ്രൗണ്ടിൽ നിന്നും പ്രത്യേകം സജ്ജമാക്കിയ ഹെലിപ്പാഡിൽ നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിച്ചേരും. അവിടെ പോർട്ട് ഓഫീസിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഹെലിപ്പാഡിലായിരിക്കും പ്രധാനമന്ത്രി ഇറങ്ങുക. അതിനുശേഷം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തും. ശേഷം MSCയുടെ തന്നെ ഒരു വലിയ ഷിപ്പ് നാളെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നുണ്ട്. ആ ഷിപ്പിന് സ്വീകരണം കൂടി നൽകിയതിനു ശേഷം 11 മണിയോട് കൂടിയായിരിക്കും ഈ ഉദ്ഘാടന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുക. മുഖ്യമന്ത്രി ഗവർണർ ഉൾപ്പെടെയുള്ളവർ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. ഈ ക്ഷണിക്കപ്പെട്ടവർ ഉൾപ്പെടെ അവിടെ ഉണ്ടാകും. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശന് ആ വിവാദങ്ങൾക്കൊക്കെ ശേഷം ക്ഷണം ഉണ്ടായെങ്കിലും അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രത്യേകം സജ്ജമാക്കിയ വേദി, അവർക്ക് ക്ഷണിക്കപ്പെട്ട കാണികൾ ഉൾപ്പെടെയുള്ളവർ ആ വേദിയിൽ ഉണ്ടാകും. 1 മണിക്കൂറോളം നീടുന്ന ഒരു പരിപാടിയായിരിക്കും ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക. 12 മണിയോടുകൂടി ഈ ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിക്കും. ശേഷം 12:30 കൂടിയായിരിക്കും പ്രധാനമന്ത്രി തലസ്ഥാനത്ത് നിന്നും മടങ്ങുന്നത്. നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പോലീസിന്റെ ഒരു സുരക്ഷാ ക്രമീകരണം തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി എത്തുന്ന ശംഖുമുഖത്തെ വ്യോമസേനയുടെ പ്രത്യേക ടെക്നിക്കൽ ഏരിയ മുതൽ ഇന്ന് രാജ്ഭവന് പരിസരത്തും നാളെ രാജ്ഭവനിൽ നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ പോലീസിന്റെ വലിയ വിന്യാസം സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരവധി തവണ പല സ്ഥാപനങ്ങൾക്ക് നേരെയും ഈവൻ സെക്രട്ടേറിയറ്റിനുൾപ്പെടെ ഇത്തരത്തിൽ ബോംബ് ഭീഷണിയും മറ്റു കാര്യങ്ങളും ഒക്കെ നിലനിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ പ്രത്യേകമായ കർശന സുരക്ഷ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ SPGയുടെ കനത്ത സുരക്ഷാ വലയത്തിലുമാണ് പ്രധാനമന്ത്രിയുടെ യാത്രയെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. 4000-ഓളം പോലീസുകളെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ കടലിൽ നാവികസേനയുടെയും വ്യോമസേനയുടെയും സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കർശന സുരക്ഷാ വലയമുണ്ട്. കൂടാതെ ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 6 മണി മുതൽ തന്നെ ഗതാഗത ക്രമീകരണമുണ്ട്. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നും അത്തരത്തിൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർശന സുരക്ഷാ വലയത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ ചടങ്ങുകളൊക്കെ നടക്കുക. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ്. കേരളം അടുത്ത വികസനത്തിന്റെ മറ്റൊരു ചുവടുവയ്പിലേക്ക് കടക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു ചടങ്ങ് പൂർത്തിയാകുമ്പോൾ. സ്വാതി. ശരി ചന്തു, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിംഗ് നാളെയാണ് നടക്കുക. നാളെ രാവിലെ 11 മണിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം 12:30 പ്രധാനമന്ത്രി മടങ്ങുകയും ചെയ്യും. ആ വിവരങ്ങളാണ് ചന്തു നൽകിയത്.